ചില ആളുകളെങ്കിലും അവരുടെ ജീവിതത്തിലെ നല്ല കാലങ്ങളെക്കുറിച്ചും മോശം കാലങ്ങളെക്കുറിച്ചുമൊക്കെ എടുത്തെടുത്ത് പറയാറുണ്ട്. വാസ്തവത്തിൽ എപ്പോഴാണ് നമ്മുടെ നല്ല കാലം, എപ്പോഴൊക്കെയാണ് നമ്മുടെ മോശം കാലങ്ങൾ? ചില ആളുകളെങ്കിലും വർഷാരംഭത്തെങ്കിലൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ചില ആളുകൾ എന്നും തീരുമാനങ്ങൾ പുതുക്കാറുണ്ട്. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം നല്ലതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആശങ്കാകുലരായിട്ട് അത് ചെയ്യാൻ മടിക്കുകയും ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം എപ്പോഴാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തുടർന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് ഉറപ്പ് തരും എന്നുള്ളതിന് സംശയമില്ല. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. തുടർചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം വായിക്കട്ടെ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ഏതൊരു കാര്യവും നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ആരംഭം കുറിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തന്നെ എഴുതി ചേർക്കും. കഴുതയെപ്പറ്റി പ്രസിദ്ധമായ ഒരു കഥ ഇങ്ങനെയാണ്. ഒരേ നിറത്തിലും ഗുണത്തിലും വലിപ്പത്തിലുമുള്ള പുല്ലുകെട്ടുകൾ അതിൻ്റെ 2 വശവും വെച്ചു കൊടുത്തു. പുല്ലുകെട്ടുകളുടെ നടുവിൽ നിന്നിരുന്ന കഴുതയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന കെട്ടുകൾ ആകർഷണീയമായി തന്നെ തോന്നി. ഇടതുഭാഗത്തുള്ളത് ആദ്യം തിന്നണമോ വലതുഭാഗത്തുള്ളത് ആദ്യം തിന്നണമോ എന്ന് അതിന് ആകെ സംശയമായി. ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ അത് കുഴങ്ങി ദീർഘമണിക്കൂർ, ഒരുപക്ഷെ ദിവസങ്ങൾ തന്നെ അങ്ങനെ പോകേണ്ടി വന്നു. അവസാനം എന്ത് സംഭവിച്ചു? ഒന്നും തിന്നാൻ കഴിയാതെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആ പുല്ലുകെട്ടുകൾ ഉണങ്ങിപ്പോവുകയും കഴുത ചത്തുപോവുകയും ചെയ്തു. നമ്മൾ ബുദ്ധിയുള്ളവരെന്ന് അവകാശപ്പെടുന്നവർ പോലും യഥാസമയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ കുഴങ്ങിപ്പോകാറില്ലേ? തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വലിച്ചു നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ജോലി കണ്ടെത്തുന്ന കാര്യത്തിലാണെങ്കിലും, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ജീവിതത്തിലെ സുപ്രധാനമായ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇങ്ങനെ സംശയങ്ങൾക്കിട നൽകാതെ ദൈവസന്നിധിയിൽ പോയിരുന്ന് അല്പസമയം പ്രാർത്ഥിച്ച് ഒരു തീരുമാനം കൈക്കൊണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ച ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അതിൻ്റെ അർത്ഥം വേണ്ടുവണ്ണം മനസ്സിലായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ചില ആളുകളാകട്ടെ സ്വയം ഒരു തീരുമാനവുമില്ല, ആരോടെങ്കിലുമൊക്കെ അഭിപ്രായം ചോദിച്ച് ഇങ്ങനെ കറങ്ങി നടക്കും. ഒടുവിൽ എന്ത് സംഭവിക്കും? ഈ ചോദിച്ച് അഭിപ്രായം ലഭിക്കേണ്ടത് ആരിൽ നിന്നാണ്? മറ്റൊരാളിൽ നിന്നാണ്. അവർ തീർച്ചയായിട്ടും പലരും ഇവരുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. നമ്മളെക്കാൾ കൂടുതൽ ഉയർച്ച പ്രാപിക്കുന്ന ഒരു വഴി മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമോ? ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ഈ പാവങ്ങൾ തിരിച്ചറിയാതെ മനസ്സിലാക്കാതെ പിന്നെയും അവരുടെ പിന്നാലെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന്. നാളേക്ക് അത് മാറ്റിവെക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ആരംഭിച്ചു കൊള്ളുക. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. നല്ല കാലം വരാൻ കാത്തിരിക്കണ്ട. ഇത് നിങ്ങളുടെ നല്ല കാലം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ്. നിങ്ങൾ മുന്നിട്ടിറങ്ങുവാൻ തയ്യാറാണെങ്കിൽ ദൈവം ഇതാ നിങ്ങളോടൊപ്പം എത്തിക്കഴിഞ്ഞു. ഈ നല്ല കാലത്തിന് വേണ്ടി കാത്തിരിക്കാതെ ദൈവത്തിനു വേണ്ടി കാത്തിരുന്ന്, ദൈവപാദത്തിൽ കാത്തിരുന്ന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അതിൽ ഉറച്ചു നിന്ന് നിങ്ങൾ പിന്നെയും പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ലജ്ജിച്ചു പോകേണ്ടി വരില്ല. അവസരങ്ങൾ എന്നും നമ്മുടെ വാതിക്കൽ വന്ന് മുട്ടുകയില്ല എന്ന് ചിന്തിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ, ലഭിക്കുന്ന സമയങ്ങൾ ഏറ്റവും ഉചിതമായിട്ട് ഉപയോഗിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.